ഇന്ന് നമുക്ക് ഒരു 50 പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും വേണം, ലഞ്ചിനുള്ളതും വേണം. ബ്രേക്ക്ഫാസ്റ്റിന് 115 നൂൽപുട്ടും അതിലേക്കുള്ള വെജ് കറിയും അതേപോലെ തന്നെ 15 വെള്ളപ്പമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്, പാലപ്പം. അപ്പോൾ അതാ ഞാൻ രാത്രി തുടങ്ങിയ പണിയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ വരെ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുക്കറിലിട്ട് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നൂൽപുട്ടിനുള്ള മാവും റെഡിയാക്കി വെച്ചു. അങ്ങനെ ചിക്കനിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ ലോങ് വീഡിയോ കണ്ടുനോക്കുന്നുണ്ട്. അങ്ങനെ വേഗം നൂൽപുട്ടൊക്കെ പീച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൂൽപുട്ടി ഞാൻ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 115 നൂൽപുട്ട് വേണ്ടേ. അപ്പോൾ അതേപോലെ ഇങ്ങനെ പീച്ചെടുക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ 6 തട്ടേ ഉള്ളൂ. എന്നാലും അങ്ങനെ ബലം പിടിച്ച് പീച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മരത്തിൻ്റെ അച്ചായതുകൊണ്ട് എളുപ്പം ആയി കിട്ടും. അങ്ങനെ നൂൽപുട്ട് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ 3 അടുപ്പിലാട്ടോ പണി നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് സവാള ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു. വെജ് കറി ആട്ടോ ഉണ്ടാക്കുന്നത്. ക്യാരറ്റ്, കിഴങ്ങ്, അതേപോലെ കോളിഫ്ലവർ, പിന്നെ ബീൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തു ഒക്കെ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ കുറുമ മസാല കേട്ടോ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തത്. അതൊക്കെ ചേർത്തിട്ട് അതൊരു പാക്കറ്റ് ഒന്നായിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ ചേർക്കും കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർക്കുക. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേറെ അണ്ടിപ്പരിപ്പ് അരച്ചൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നൂൽപുട്ട് ചുടലിങ്ങനെ കഴിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഒക്കെ റെസിപ്പി പറയാൻ പറ്റൂല, ചെറിയ വീഡിയോ ആയതുകൊണ്ട് കേട്ടോ. പിന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിലാണ് കേട്ടോ നമ്മൾ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 7 കിലോ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും അതേപോലെ തന്നെ 1 കിലോ നെയ്ച്ചോറും പിന്നെ 115 നൂൽപുട്ട് പിന്നെ 15 വെള്ളപ്പം പിന്നെ അതിലേക്കുള്ള വെജ് കറി പിന്നെ അതേപോലെ കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ നെയ്ച്ചോർക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അവിടെ അടുപ്പത്ത് ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പത്തിന്റെ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ 5:30 ആകുമ്പോഴത്തേന് ഫുഡ് റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ രാത്രിയിൽ തുടങ്ങാതെ ഒന്നും ആവൂലല്ലോ സമയത്തിന്. പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഏറ്റു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്തിന് തന്നെ കൊടുക്കണം. അപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്നാലും കിടന്നാലും ഉറക്കം വരൂല, നേരം വെളുക്കുമ്പോഴത്തേനൊക്കെ റെഡി ആവണ്ടേ. അപ്പം പിന്നെ രാത്രി ഒരു 8-9 മണിക്ക് തുടങ്ങിയ പണിയാണ്. പിറ്റേ ദിവസം പരച്ചയ്ക്ക് ഒരു 5 മണി വരെ പണിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് വാങ്ങി കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ ദമ്മിലായിട്ടുണ്ട്. പിന്നെ കറിയൊക്കെ ഞാൻ കൊടുക്കാനുള്ള പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയൊക്കെ പാക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഒരു 5 മണിക്ക് ആയപ്പോഴത്തേനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടോ. ഇനിയിപ്പോൾ സമയമാകുമ്പോൾ കൊടുത്താൽ മതിയല്ലോ. നെയ്ച്ചോറ് പിന്നെ ഞാൻ കുക്കറിൽ ഉണ്ടാക്കി അതും കൊടുക്കാനുള്ള പാത്രത്തിലൊക്കെ ആക്കി വെച്ചു. പിന്നെ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ബിരിയാണിന്റെ ഒപ്പം കൊടുക്കാനുള്ള തൈരും അതേപോലെ ഈത്തപ്പഴച്ചാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. അങ്ങനെ ഒക്കെ കറക്റ്റ് സമയത്തിന് തന്നെ ആയി. അങ്ങനെ ഞാൻ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നല്ല റിവ്യൂ ആയിട്ടോ കിട്ടി.